പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവം സംസാരിക്കാൻ പോകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് കേൾക്കാൻ പോകുന്ന വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ആലോചനയ്ക്കായി സംഖ്യാപുസ്തകം 14 അധ്യായം അതിന്റെ 11 വാക്യം. നമ്പേഴ്സ് ചാപ്റ്റർ 14 വേഴ്സ് 11. സംഖ്യാപുസ്തകം 14 അധ്യായം അതിന്റെ 11 വാക്യം. നമ്പേഴ്സ് ചാപ്റ്റർ 14 വേഴ്സ്. യഹോവ മോശയോട്, ഈ ജനം എത്രത്തോളം എന്നെ നിരസിക്കും, ഞാൻ അവരുടെ മധ്യേ കണ്ടിട്ട് എത്രത്തോളം എന്നെ എത്രത്തോളം വിശ്വസിക്കാതിരിക്കും. 2 things. God is asking Moses a question. ഈ ജനം എത്രത്തോളം എന്നെ നിരസിക്കും. 2, ഞാൻ ചെയ്ത ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ശേഷം എത്രത്തോളം അവർ എന്നെ വിശ്വസിക്കാതിരിക്കും. Can we have the same verse in English? If somebody got an English Bible, shall we just read? Yeah. God asked Moses, how long will these people despise me? നിരസിക്കും. ദൈവത്തെ നിരസിക്കുന്ന ഒരു തലമുറ. People despising God, despising prayer, despising the word of God. ദൈവ വചനത്തെ നിരസിക്കുന്നവർ, പ്രാർത്ഥനയെ നിഷേധിക്കുന്നവർ, സഭായോഗങ്ങളെ നിസ്സാരമായി കരുതുന്നവർ, ദൈവത്തിന്റെ സന്നിധിക്കായി കൊതിക്കാത്തവർ. It is a generation despising God. ദൈവത്തെ തള്ളിക്കളയുന്ന ഒരു തലമുറ. മോശയോട് ദൈവം ചോദിക്കുകയാണ്, എത്രത്തോളം ജനം എന്നെ നിരസിക്കും? How long will these people despise me? God wants you to honor him. അവനെ മാനിക്കുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. First priority in your life should be God. ദൈവത്തിനായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാധാന്യം. ഹല്ലേലൂയ. കൂട്ടുകാർക്കല്ല, സ്വന്തമായിട്ടുള്ള സമയമല്ല. Your time and most precious time is for God Almighty. എത്രത്തോളം അവരെന്നെ നിരസിക്കും. അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ശേഷം, even after seeing so many miracles and wonders, അവർ എത്രത്തോളം വിശ്വസിക്കാതിരിക്കും. Let me ask you in the beginning of this year 2018, how much do you believe your God tonight? എത്രമാത്രം നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ ഇന്ന് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. കണ്ണു മടച്ച് വിശ്വസിക്കാൻ കഴിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്നും എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നും ഇന്ന് ഞാൻ കാണുന്ന എല്ലാ പ്രശ്നങ്ങളും ദൈവം പരിഹരിക്കുമെന്നും എന്റെ രോഗം മാറിപ്പോകുമെന്നും എന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കുമെന്നും എന്റെ കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കുമെന്നും ഇതൊക്കെ കണ്ണു അടച്ച് വിശ്വസിക്കാൻ. How many of you are ready? Hallelujah. It's exciting to believe God. Hallelujah. ഇന്ന് രാത്രിയിലത്തെ വിഷയം അതാണ്. How many of you will blindly obey God, blindly trust him and blindly believe him? ഒന്നും നോക്കാതെ, forgetting your past experience, പഴയ അനുഭവങ്ങളെ മറന്നുകൊണ്ട്, പഴയ പരാജയങ്ങളെയും തോൽവിയെയും മറന്നുകൊണ്ട് എന്റെ ദൈവം മതിയായവനാണെന്ന് വിശ്വസിക്കുവാൻ ഇന്ന് രാത്രി ദൈവം കൃപ തരുമാറാകട്ടെ. പിശാച് ചിലപ്പോൾ നിന്റെ തോൽവിയെ പൊക്കിക്കൊണ്ട് വരും. നീ ജയിക്കില്ല. യു ആർ എ ഫെയിലിയർ. യു വിൽ നെവർ സക്സീഡ്. ടെൽ ദ ഡെവിൾ, ഗെറ്റ് ഔട്ട് ഓഫ് മൈ ലൈഫ്. ഐ ആം ഗോയിങ് ടു സക്സീഡ്. ഗോഡ് ഈസ് വിത്ത് മീ. ദൈവം എന്റെ കൂടെ ഉണ്ട്. ഞാൻ ഇനി തോൽക്കേയില്ല. ഞാൻ ജയിക്കാൻ പോവുകയാണ് എന്ന് പിശാചിനോട് ധൈര്യമായി പറയുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇന്ന് നമ്മുടെ വിശ്വാസത്തിന്റെ ലെവൽ ഒന്ന് ഉയരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് പറഞ്ഞാൽ ചെയ്യാൻ കഴിയുമെന്നും അവന്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല എന്നും അവന്റെ വചനം ജീവനുള്ളതാണെന്നും ഇന്ന് രാത്രി വിശ്വസിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരുമാറാകട്ടെ. What a big question that Moses is being asked. ജനത്തോടല്ല ദൈവം ചോദിച്ചത്. ആരോടാ ചോദിച്ചത്? മോശയോടാണ്. അപ്പൊ ഇവിടെ സഭയിൽ ആരെങ്കിലും കൂട്ടായ്മ വിശ്വസിക്കാതിരുന്ന ദൈവം നിങ്ങളോടാണോ ചോദിക്കാൻ പോകുന്നത്? മോശയോടാ ചോദിക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ, എത്രത്തോളം ഈ സഭയിൽ ആരെങ്കിലും വിശ്വസിക്കാതിരിക്കും? നോ, എവരിബഡി. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കട്ടെ. ഇന്ന് രാത്രി വിശ്വാസം ഉയരുന്ന രാത്രിയായി തീരുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇംഗ്ലീഷിൽ there are 2 separate verses for faith. വിശ്വാസം. ഒന്നിന്റെ പേര് ഫെയ്ത്ത് എന്നും ഒന്നിന്റെ പേര് ബിലീഫ് എന്നുമാണ്. മലയാളത്തിൽ രണ്ടിനും ഒരു വാക്കേ ഉള്ളൂ, വിശ്വാസം. ഞാൻ ഇന്ന് മുഴുവൻ അത് ഡിക്ഷണറി പലതും സെർച്ച് ചെയ്ത് നോക്കി, ഗൂഗിൾ വരെ ചെയ്ത് നോക്കി. പക്ഷേ എല്ലാത്തിനകത്തും ബിലീഫും ഫെയ്ത്തും അടിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ ഇങ്ങോട്ട് വരുന്ന വിശ്വാസം എന്നാണ്. പക്ഷെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഫെയ്ത്തിനെ കുറിച്ചല്ല, ബിലീഫിനെ കുറിച്ചാണ്.
ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ forsaking all I trust him. എല്ലാം മറന്നുകൊണ്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ നിയമങ്ങളിൽ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ പല അനുഭവങ്ങളിൽ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്നു. ദാറ്റ് ഈസ് ഫെയ്ത്ത്. ഇനി ബിലീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഐ ബിലീവ് ഇൻ യു. വ്യക്തിയിൽ വിശ്വസിക്കുക, അത്ഭുതങ്ങളിലല്ല, പറഞ്ഞ വാക്കുകളിൽ മാത്രമല്ല, ആ വ്യക്തിയിൽ. ഹല്ലേലൂയ. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരനുഭവം. ഞാൻ വിഷയം മുമ്പോട്ട് കൊണ്ടുപോട്ടെ. സംഖ്യാപുസ്തകത്തിൽ തന്നെ നമ്പേഴ്സ്, another verse, Numbers 20:12. സംഖ്യാപുസ്തകം 20:12. പിന്നെ യഹോവ മോശയോട് അഹരോനോടും നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണുക എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് നിങ്ങൾ യെസ്, മോശയുടെ ജോലി പോയി, പണി പോയി. മോശയെ ദൈവം അങ്ങ് ഡിസ്മിസ് ചെയ്യാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഞാൻ 14-ാമത്തെ അധ്യായത്തിൽ ജനത്തിന്റെ അവിശ്വാസത്തെ ദൈവം ചോദ്യം ചെയ്തു. 20-ാമത്തെ അധ്യായത്തിൽ ജനത്തിന്റെ അവിശ്വാസത്തെ അല്ല ചോദ്യം ചെയ്യുന്നത്, ജനത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളുടെ അവിശ്വാസത്തെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ധൈര്യമുള്ളൊരു വീട്ടിലെ പയ്യൻസും പെൺപിള്ളേരും ഒക്കെ എങ്ങനെ ആയിരിക്കും? നല്ല ധൈര്യശാലികളായിരിക്കും. അപ്പൻ ഇങ്ങനെ മുട്ടടിച്ച് വേറെ ആരെ കണ്ടാലും അടുക്കളയിലോട്ട് കയറി പോകുന്ന ഒരു പാർട്ടിയാണ്. പിള്ളേരും എങ്ങനെ ആയിരിക്കും? അങ്ങനെ ആയിരിക്കും. എല്ലാവരും ഇങ്ങനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 10 സിംഹങ്ങളെ എടുത്തേച്ച് അതിന്റെ നേതാവായിട്ടൊരു ആടിനെ വെച്ച് കഴിഞ്ഞാൽ ഈ 10 സിംഹത്തിന്റെ സ്വഭാവം ആരുടെ പോലെ ഇരിക്കും? ആടിന്റെ പോലെ ഇരിക്കും. അതേസമയം 10 ആടിനെ എടുത്തേച്ച് ഒരു സിംഹത്തെ നേതാവാക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഈ ആടിന്റെ സ്വഭാവം എങ്ങനെ ഇരിക്കും? സിംഹത്തെ പോലെ ഇരിക്കും. ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ ഭയത്തെ മാറ്റണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സുബോധത്തിന്റെയും ശക്തിയുടെയും സ്നേഹത്തിന്റെ ആത്മാവാണ്. All your fears must leave tonight. All your unbelief should leave tonight. All your doubt should leave tonight. സംശയങ്ങൾ, അവിശ്വാസങ്ങൾ, ഭയങ്ങൾ ഇന്ന് രാത്രി നീ പോകണം. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിലുള്ള വിശ്വാസം വരണം. അപ്പൊ ആദ്യം ദൈവം മോശയെ ചോദ്യം ചെയ്തില്ല, ജനത്തെ ചോദ്യം ചെയ്തു. രണ്ടാമത് ആരോടാ ചോദിക്കുന്നത്? മോശയോട് പറയാം. മോശയോട് എന്താ പറഞ്ഞെന്നറിയാമോ? നിങ്ങൾ എന്നെ അവരുടെ ജനത്തിന്റെ മുമ്പിൽ എന്നെ വിശുദ്ധീകരിച്ചില്ല. എന്താ പറഞ്ഞ? എന്നെ കാണുക, എന്നെ ശുദ്ധീകരിച്ചില്ല. യു ഡിഡ്ന്റ് സാങ്ക്ടിഫൈ മീ ഇൻ ദ പ്രസൻസ് ഓഫ് ഇസ്രായേൽ. അപ്പം വിശ്വാസം അല്ലെങ്കിൽ ബിലീഫ് വരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? സാങ്ക്ടിഫിക്കേഷൻ, ശുദ്ധീകരണം ഉണ്ടാകുന്ന അപ്പോഴാണ്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ശുദ്ധീകരണം ഉണ്ടാകുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി മാത്രമേ വിശുദ്ധനായിട്ട് ജീവിക്കാൻ പോവുകയുള്ളൂ. ദൈവം ഇല്ലെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ തോന്നിവാസം ജീവിക്കാമല്ലോ. ഈറ്റ് ആൻഡ് ലിവ് ആൻഡ് ഡ്രിങ്ക് ആൻഡ് ബി മെറി ഫോർ ടുമോറോ വി ഡൈ. So only when you start believing in God that you start sanctifying yourself. Amen. വിശുദ്ധീകരണം വരണമെങ്കിൽ വിശുദ്ധനായ ദൈവത്തെ കാണാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ബൈബിൾ മുഴുവനും ദൈവം തന്റെ സ്വഭാവത്തിൽ ഏറ്റവും എടുത്തു പറയാനും സ്വർഗത്തിൽ മുഴങ്ങിക്കേൾക്കാനും പറഞ്ഞിരിക്കുന്ന ഒരേ സ്വഭാവം എന്താണെന്നറിയാമോ? ദൂതന്മാരും എല്ലാവരും പറയുന്നത് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഹല്ലേലൂയ. ദൈവത്തിന് ആ സ്വഭാവം മാത്രമാണോ? അല്ല. സർവശക്തൻ, സർവശക്തൻ എന്താ പറയാഞ്ഞ്? സർവജ്ഞാനി, സർവജ്ഞാനി എന്തായിരുന്നു പറയാഞ്ഞ്? ദൈവം തന്റെ സ്വഭാവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമായി വെച്ചിരിക്കുന്ന എന്താണ്? പരിശുദ്ധൻ എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യർക്കോ പിശാചിനോ വേറെ ആർക്കും ആ സ്വഭാവം എടുക്കാൻ പറ്റില്ല. അത് ദൈവത്തിന് മാത്രമേ പറ്റുകയുള്ളൂ. ശക്തി ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ചിലപ്പോൾ നീ കാണിച്ചെന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. കുറെ അറിവും കഴിവും നീ കാണിച്ചെന്നിരിക്കും. പക്ഷെ ദൈവം ഇല്ലെങ്കിൽ നിനക്ക് വിശുദ്ധനാകാൻ പറ്റുകയില്ല. Unless and until you come in a contact and encounter with God, you can never be sanctified in your life. നിന്റെ ജീവിതത്തിൽ ദൈവവുമായി ഒരു ബന്ധം വന്നില്ലെങ്കിൽ ഒരു വിശുദ്ധിയുടെ പദ്ധതി നിന്റെ ജീവിതത്തിൽ തുടങ്ങുവാൻ സാധിക്കുകയില്ല. മോശയ്ക്കും അഹറോനും ഇവരെ നേതൃത്വ സ്ഥാനത്തിൽ കനാനിലേക്ക് കൊണ്ടുപോകാനുള്ള ചാൻസ് they missed. They lost their leadership because they disobeyed God and did not trust and believe him.
പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞോണ്ടേ അവരെന്ത് ചെയ്തു? പോയി അതിനെ അടിച്ചു. അടിക്കാനല്ല പറഞ്ഞു, കൽപ്പിക്കാനാ. കൽപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പിച്ചാൽ മതി, അടിക്കേണ്ട കാര്യമില്ല. ദൈവം പറയുന്നത് പോലെ ചെയ്യണം. ഡോണ്ട് ഓവർ ഡു സംതിങ്. പറയുന്ന സമയത്ത് പറയുന്ന രീതിയിൽ പറയുന്നത് പോലെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. We must be flexible for the command of God, not rigid. ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സാധാരണ നമ്മൾ മെസ്സേജ് 6:30 തുടങ്ങുന്നത്. 6 മണിക്കായപ്പോഴത്തേക്ക് എല്ലാവരും ഒരു ഞെട്ടല്ലേ? പ്രൈസ് ദി ലോർഡ്. വിഷമിക്കേണ്ട, അത് കഴിഞ്ഞ് നമ്മൾ ഒരു അരമണിക്കൂർ ആരാധിക്കാൻ പോവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ സന്നിധിക്കായിട്ടൊരു വാഞ്ച, ദൈവ ശബ്ദത്തിനായിട്ടൊരു വാഞ്ച. മാൻ നീർത്തോടിനായി കാംക്ഷിക്കുന്ന പോലെ എൻ്റെ ഉള്ളം ദൈവത്തിനായി കാംക്ഷിക്കുന്നു എന്ന് പറയാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, ദൈവത്തിന്റെ വചനത്തിനായിട്ടുള്ള ഒരു വിശപ്പും ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനായിട്ടുള്ള ഒരു ദാഹം ഇന്ന് രാത്രി ദൈവം തരുമാറാകട്ടെ. Let's go to the next verse. Deuteronomy chapter 1 verse 32 and 33. ആവർത്തന പുസ്തകം Deuteronomy chapter 1 verse 31 and 32. Deuteronomy 1-ന്റെ 31 32. ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ എത്തുവോളം നടന്ന എല്ലാ വഴികളിലും നിങ്ങളുടെ യഹോവ വഹിച്ചുവെന്ന് നിങ്ങൾ കണ്ടുവല്ലോ. ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്നത് പോലെ ഇസ്രായേൽ ജനം പോയ സ്ഥലങ്ങളിലൊക്കെയും യഹോവയായ ദൈവം അവരെ വഹിച്ചു കൊണ്ടുവന്നു, നടത്തി കൊണ്ടുവന്നു, ഒരുക്കി കൊണ്ടുവന്നു, കാത്തു സൂക്ഷിച്ചു കൊണ്ടുവന്നു. അടുത്ത വാക്യം. അങ്ങനെ കൊണ്ടുവന്നെങ്കിലും എന്നിട്ടും നിങ്ങൾക്ക് സ്ഥലം അന്വേഷിപ്പാനും യെസ് രാത്രി അക്കിലും പകൽ മേഘസ്തംഭത്തിലും ഒന്ന് ഓർത്തു നോക്കി. രാത്രി അഗ്നിസ്തംഭവും പകൽ മേഘസ്തംഭവും ആയിട്ട് പോലും ഇവര്, ഇവിടെ വല്ല അഗ്നി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും അല്ലേ? മേഘമൊക്കെ വന്നു കഴിഞ്ഞാൽ വിശ്വസിക്കും. ഇത് മേഘം കണ്ടിട്ട് പോലും വിശ്വസിച്ചില്ല. ബെത്സൈദ കുളക്കരയിൽ 38 വർഷം ഒരു മനുഷ്യൻ കാത്തു കിടക്കാൻ കാരണം അവൻ എന്നും അത്ഭുതം കാണുന്നത് കൊണ്ടാണ്. ദൂതം കലക്കുമ്പോ എന്തുണ്ട്? അത്ഭുതമുണ്ട്. ഇന്ന് രാത്രിയും അത്ഭുതമുണ്ട്. ഇന്ന് രാത്രി രോഗസൗഖ്യമുണ്ട്. ഇന്ന് രാത്രി വിടുതലുണ്ട്. ഇന്ന് രാത്രി നന്മയുണ്ട്. അത് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നിന്റെ തളർന്നിരിക്കുന്ന കാലിനെ ദൈവം സൗഖ്യമാക്കും. നിന്റെ ഉണർച്ചയില്ലാത്ത മന്ദീഭവിച്ചിരിക്കുന്ന നിന്റെ തലച്ചോറിനെ ഇന്ന് രാത്രി ദൈവം തൊടും. പ്രൈസ് ദി ലോർഡ്. യഹോവ നിനക്ക് ജ്ഞാനം തരും, ബുദ്ധിയെ തരും. ഹല്ലേലൂയ. എത്ര പേര് അത് ഏറ്റെടുക്കാൻ റെഡിയാണ്? ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വാഗ്ദത്തം മുഴുവൻ ഏറ്റെടുക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇവരെ ഒരപ്പൻ കൊണ്ടു നടക്കുന്ന പോലെ കൊണ്ടു നടന്നിട്ട് രാത്രി അഗ്നിത്തൂണും പകൽ മേഘസ്തംഭമായി ഇരുന്നിട്ട് പോലും ഇവരാരെ വിശ്വസിച്ചില്ല? ദൈവത്തെ വിശ്വസിച്ചില്ല. നിങ്ങൾ ഈ പലരും ഇന്ന് രാത്രി പറയുന്നുണ്ട് ഇസ്രായേൽ ജനം അങ്ങനെ വിശ്വസിക്കാതിരുന്നു, പക്ഷെ ഞാൻ നല്ലവണ്ണം വിശ്വസിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടാണ് ചിലപ്പോൾ പറയുന്നത് കർത്താവ് എന്താ പ്രാർത്ഥന കേൾക്കാത്ത, എനിക്കെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഞാൻ ശരിയാകുമോ, എൻ്റെ മക്കൾ ശരിയാകുമോ, നാളെ എന്ത് സംഭവിക്കും? വിശ്വസിക്കുന്ന ആളുടെ വായിന്ന് ഇതെല്ലാം വരുന്നേ. ഹലോ ഹലോ. ഇന്ന് രാത്രിയിൽ എല്ലാ സംശയത്തെയും ദൈവം എടുത്തു കളയണം. നിന്റെ വായിൽ നിന്ന് ഒരു കാരണവശാലും തിന്മ വരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ വചനത്തെ മാത്രം സംസാരിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. സങ്കീർത്തനത്തിലേക്ക് മടങ്ങി വരാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം വായിക്കാൻ പോവാണ്. Psalm 78, സങ്കീർത്തനം 78, അതിന്റെ 22, 32, 42. സങ്കീർത്തനം 78, 22, 32, 42. Psalm 78. അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കാഞ്ഞത് കൊണ്ട് ദൈവത്തിന് പ്രസാദമില്ല. അതിന്റെ 32. അവർ പിന്നെയും പാപം ചെയ്തു, അവർ അത്ഭുത പ്രവർത്തികളെ വിശ്വസിച്ചില്ല. ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവ പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ വിശുദ്ധനായി പാപത്തിൽ നിന്ന് വിട്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. 42-ാം വാക്യം.
ദൈവം വിടുവിച്ച ദിവസം അവർ മറന്നുപോയി. ഹല്ലേലൂയ. ഒരു ഹൈഡ്രോകെഫാലിക് മന്ദബുദ്ധിയായ ജോർജ് ഗോവൂരിനെ ന്യൂറോ സർജൻ ആക്കാൻ കഴിവുള്ള ദൈവമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എൻ്റെ ആയുസിന്റെ അവസാനം വരെയും അത് മറക്കാതെ ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. അതെല്ലാവരെയും ഓർപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവം ഉണ്ട് എന്ന് ലോകം അറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ തോൽവിയിൽ നിങ്ങളെ വിജയോത്സവമായി നടത്തുവാൻ കഴിയുന്ന ഒരു സ്വർഗമുണ്ട്. 106-ാം സങ്കീർത്തനം അതിന്റെ 24-ാം വാക്യം. 106-ാം സങ്കീർത്തനം അതിന്റെ 24-ാം വാക്യം. Psalms 106 verse 24. ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കാഞ്ഞത് കൊണ്ട് they lost their promised land. മോശയും അഹറോനും എങ്ങനെ കടക്കാതിരുന്നോ അതുപോലെ വിശ്വസിക്കാഞ്ഞ ഒരു വ്യക്തിയും എവിടെ കയറിയില്ല? വാഗ്ദത്ത ദേശത്ത് പോയില്ല. അപ്പൊ വാഗ്ദത്ത ദേശത്ത് കനാനിൽ പോകണമെങ്കിൽ എന്ത് വേണം? കണ്ണു അടച്ച് ദൈവത്തെ വിശ്വസിക്കണം. ഇന്ന് രാത്രി പറയണം, ഐ ബിലീവ് ഇൻ ഗാഡ്, ഐ ബിലീവ് ഇൻ ജീസസ്, ഐ ബിലീവ് ഇൻ ദ വേർഡ് ഓഫ് ഗാഡ്. ശാസ്ത്രം എന്ത് പറഞ്ഞാലും, കൂട്ടുകാർ എന്ത് പറഞ്ഞാലും, നാട്ടുകാർ എന്ത് പറഞ്ഞാലും, നാളെ രാവിലെ പേപ്പറിൽ എന്ത് കണ്ടാലും ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കും. ഐ ബിലീവ് ഇൻ മൈ ജീസസ്. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുവാൻ ദൈവം നിങ്ങൾക്കും ഭാഗ്യം തരുമാറാകട്ടെ. യൂദായുടെ ലേഖനം 5-ാം വാക്യം. യൂദായുടെ ലേഖനം 5-ാം വാക്യം. എത്രാമത്തെ അധ്യായമാ? അധ്യായം 1 ഉള്ളൂ. 1. ആ എല്ലാവരെയും മിസ്രൈമിൽ നിന്ന് ഇറക്കിയെങ്കിലും വിശ്വസിക്കാത്തവർ എന്ത് ചെയ്തു? പെട്ടുപോയി. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അന്യഭാഷയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിനക്ക് ജീവന്റെ കിരീടം പ്രാപിക്കാൻ പറ്റുകയില്ല. അന്ത്യത്തോളം വിശ്വസ്തനായിരുന്നാൽ, ദൈവത്തിൽ വിശ്വസിച്ച് അവസാനം വരെയും ഓടിയാൽ നിനക്ക് ജീവകിരീടം പ്രാപിക്കും. പിശാചിന് ഇത് നല്ലവണ്ണം അറിയാവുന്നത് കൊണ്ടാണ് നിന്റെ വിശ്വാസത്തെ പിടിക്കാനായിട്ട് അവൻ നോക്കുന്നത്. ദൈവമില്ല എന്നും ദൈവത്തെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്നും വചനം പ്രമാണിക്കേണ്ട എന്നും ഒക്കെ നിന്റെ ചെവി മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. Because Satan knows if he can destroy your faith in God, he can destroy your life. Hallelujah. എബ്രായർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. Hebrews chapter 3 verse 18. അനുസരണം കെട്ട് വിശ്വസിക്കാത്തവരോടാണ് ദൈവം കൽപ്പിച്ചത്, യു വിൽ നോട്ട് എൻറ്റർ ഇൻ ടു ദ റെസ്റ്റ്. എന്റെ സ്വസ്ഥതയിൽ നിങ്ങൾ പ്രവേശിക്കുകയില്ല. ഞാൻ പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിങ്ങൾ പ്രാപിക്കുകയില്ല. വിശ്വസിച്ചെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയട്ടെ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം പ്രാപിക്കും. അടുത്ത ആഴ്ച നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുന്ന രോഗികൾ സൗഖ്യമാകാൻ പോവുകയാണ്. എത്ര പേര് പ്രാർത്ഥിക്കാൻ റെഡിയാണ്? നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുന്ന രോഗികൾ സൗഖ്യമാകാൻ പോവുകയാണ്. നിങ്ങൾ വചനം സംസാരിക്കുമ്പോൾ ചില ജീവിതങ്ങൾ പ്രതിഷ്ഠിക്കാൻ പോവുകയാണ്. അങ്ങനെ പ്രതിഷ്ഠിച്ച വ്യക്തികളുമായി അടുത്ത ഞായറാഴ്ച നിങ്ങൾ ആരാധനയ്ക്ക് വരാൻ പോവുകയാണ്. എത്ര പേര് റെഡിയാണ് ബന്ധുക്കളുടെ അടുക്ക പോയി സുവിശേഷം പറയാൻ? എത്ര പേര് റെഡിയാണ് ചിലരോട് യേശുവിനെ കുറിച്ച് പറയാൻ, അവരെ ആരാധനയ്ക്ക് വിളിച്ചുകൊണ്ട് വരുവാൻ? നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. സ്പീക്ക് ടു യുവർ ഫ്രണ്ട് അബൌട്ട് ജീസസ്. ഹി ഈസ് ഗോയിങ് ടു ബിലീവ് യു. ഹല്ലേലൂയ. നിങ്ങൾ മടിച്ചു നിൽക്കുന്ന നിങ്ങളുടെ കുടുംബക്കാരോട്, നിങ്ങൾ സംശയിച്ചു നിൽക്കുന്ന നിങ്ങളുടെ വീട്ടുകാരോട് നിങ്ങളുടെ വിശ്വാസത്തെ പങ്കുവെക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ലെറ്റ് യുവർ ഫെയ്ത്ത് ബിക്കം കണ്ടേജിയസ്. നിങ്ങളുടെ വിശ്വാസം പകർച്ചപ്പനി പോലെ ആകട്ടെ. നല്ലൊരു വൈറൽ ഫീവറുമായിട്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്ന തുമ്മിയും ജലദോഷവും ഒക്കെ വെച്ച് ഒരു 10 പ്രാവശ്യം ഇതിനകത്തോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു 5 പേർക്കെങ്കിലും ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോഴത്തേക്ക് ചുമയും തുമ്മലും ഉണ്ടാവില്ലേ? ഒരു സാധാരണ വൈറസിന് ഇത്രയും വേഗം 5 പേരെ ഇൻഫെക്ട് ചെയ്യാമെങ്കിൽ സ്വർഗത്തിലെ ദൈവരാജ്യത്തിൽ ഉള്ള വിശ്വാസം എത്ര വേഗം മറ്റുള്ളവരിലേക്ക് പകർന്നു പിടിക്കുവാൻ ഇന്ന് രാത്രി കാണുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. Your faith is contagious. Hallelujah. നിന്റെ വിശ്വാസം എത്രമാത്രം പകർന്നു പിടിക്കുമോ അതുപോലെ തന്നെ നിന്റെ അവിശ്വാസവും പകർന്നു പിടിക്കും. Praise the Lord. Just like your faith will get contagious, your unbelief also will be contagious. അപ്പൊ നീ വിശ്വസിച്ചില്ലെങ്കിൽ നിന്റെ അടുത്തിരിക്കുന്നവൻ എന്ത് ചെയ്യില്ല? വിശ്വസിക്കുകയില്ല. നമുക്ക് വേഗം മുമ്പോട്ട് പോകാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 38-ാം വാക്യം. John chapter 10 verse 38.
ജോൺ 10:38. എന്നിൽ വിശ്വസിക്കാതിരുന്നാലും, യേശു പറയുകയാണ്, എന്നിൽ വിശ്വസിക്കാതിരുന്നാലും പിതാവ് എന്നിലും ഞാൻ പിതാവിനുമെന്ന് നിങ്ങൾ ഗ്രഹിച്ചറിയേണ്ടതിന് ഞാൻ ചെയ്ത അത്ഭുതങ്ങളെയും പ്രവൃത്തിയെയും വിശ്വസിപ്പീൻ. അപ്പൊ രണ്ട് തരമുള്ള വിശ്വാസം. ഒന്ന് എന്താണ്? അത്ഭുതങ്ങളിലുള്ള വിശ്വാസം. രണ്ട്, അത്ഭുതം ചെയ്യുന്നവരിലുള്ള വിശ്വാസം. 90% വിശ്വാസികൾക്കും ആരില്ല വിശ്വാസം ഇരിക്കുന്നത്? അത്ഭുതങ്ങളിലാണ് വിശ്വാസം ഇരിക്കുന്നത്. അവരെന്താ വിശ്വസിക്കുന്നത്? അത്ഭുതങ്ങളിലാണ്. അത്ഭുതം ചെയ്യുന്ന ദൈവത്തിൽ 10% ആൾക്കാർക്ക് വിശ്വാസമുള്ളൂ. അങ്ങനെയുള്ളവരാണ് അവർ വിളിച്ചു പറയും, ഡോക്ടർ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമാണ്. എന്ത് പറഞ്ഞാൽ അവർക്ക് ആര് വിശ്വാസമുണ്ട്? അത്ഭുതത്തിൽ വിശ്വാസമുണ്ട്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്ന് അവർക്ക് വിശ്വാസമില്ല. തന്നെത്താൻ പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്ന് സംശയമാണ്. അപ്പൊ അത്ഭുതങ്ങളുടെ ദൈവത്തിൽ അവർക്ക് വിശ്വാസമില്ല. പിടികിട്ടിയോ? ഇന്ന് രാത്രി എത്ര പേര് പറയും, ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കാൻ പോവാണ്, എന്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കാൻ പോവാണ്? അത്ഭുതങ്ങളിലല്ല, അത്ഭുത പ്രവർത്തികളിലല്ല, അത്ഭുതം ചെയ്യുന്ന ദൈവത്തിൽ. യേശുവിൽ വിശ്വസിക്കുവാൻ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുവാൻ, അവന്റെ ശക്തിയിൽ വിശ്വസിക്കുവാൻ, അവൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് വിശ്വസിപ്പാൻ, അവന്റെ രക്ഷയിൽ വിശ്വസിപ്പാൻ, അവന്റെ രോഗശാന്തിയിൽ വിശ്വസിപ്പാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരുമാറാകട്ടെ. യേശു തന്നെ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. നിങ്ങൾ എൻ്റെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കും, എന്നിൽ വിശ്വസിക്കുന്നില്ല. യഹൂദന്മാർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു യേശുവിൽ വിശ്വസിക്കാൻ. ഒന്ന്, അവൻ യഹൂദനായിരുന്നു. രണ്ട്, അവൻ ദൈവത്തെ പിതാവെന്ന് വിളിച്ചു. മൂന്ന്, അവൻ പാപങ്ങളെ ക്ഷമിച്ചു കൊടുത്തു. നാല്, അവൻ പിതാവിൻ്റെ അടുക്ക വന്നു, പിതാവിൻ്റെ അടുക്ക പോവാണ്. ഇതുവരെ ഇവർ കേൾക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഇവർക്ക് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അവൻ ചെയ്ത അത്ഭുതങ്ങളിൽ ആര് വിശ്വസിച്ചു? ഇവർ വിശ്വസിച്ചു. ഇന്നും നിങ്ങളും പലരും ഇവിടെ ആരാധനയ്ക്ക് വരുന്നത് അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടാണ്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, അത്ഭുതങ്ങൾ ചെയ്യുന്ന യേശുവിൽ വ്യക്തിപരമായൊരു ബന്ധം കാണുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരുമാറാകട്ടെ. ബിലീവ് ഇൻ ദ ഗോഡ് ഹു ഡസ് ദ മിറക്കിൾ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം തന്നെ 12-ാം അധ്യായം അതിന്റെ 37-ാം വാക്യം. ജോൺ 12. പോയി. അവർ എത്ര അടയാളങ്ങൾ ചെയ്തിട്ടും ആര് വിശ്വസിച്ചില്ല? അവർ അവനിൽ. അപ്പൊ പലരുടെയും വിചാരം അടയാളവും അത്ഭുതവും നടക്കുമ്പോഴാണ് വിശ്വാസം വർദ്ധിക്കുന്നത്. ആണോ? അല്ല. ലാസറിനോട് ധനവാൻ പറഞ്ഞു, താഴെ വന്ന എൻ്റെ സഹോദരങ്ങളൊക്കെ രക്ഷിക്കപ്പെടും. യേശു ഉയർത്തെഴുന്നേറ്റിട്ടാലും രക്ഷിക്കപ്പെട്ടില്ല. പിന്നെ ലാസർ ഉയർത്തെഴുന്നേറ്റ് രക്ഷിക്കപ്പെടാൻ പോകും. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെടേണ്ടവൻ ആരും ഉയർത്തെഴുന്നേക്കേണ്ട കാര്യമില്ല. വചനം കേട്ടാൽ ഉടനെ അവന്റെ ഹൃദയത്തിൽ കുത്തുകൊള്ളും. ഉടനെ അവൻ നേരെയാകും. ഉടനെ അവൻ പറയും, കർത്താവേ എന്നോട് ക്ഷമിക്കണേ, ഞാൻ പാപിയാണ്, ഞാൻ ഇന്ന് തൊട്ട് നേരെ ജീവിച്ചോളാം. ഗുണം പിടിക്കേണ്ടാത്തവനാണോ? ഒരിക്കലും നേരെയാവില്ല. എത്ര വചനം കേട്ടാലും അവന്റെ ഉള്ളം കഠിനമായിക്കൊണ്ടിരിക്കും. ആവർത്തന പുസ്തകം 9-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം. Deuteronomy chapter 9 verse 23. ആവർത്തന പുസ്തകം 9-ാം അധ്യായം 23-ാം വാക്യം. ദൈവം കാദേശ് ബർന്നേഡ് അവിടെ വെച്ച് ജനത്തോട് പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളുടെ വാഗ്ദത്ത ദേശത്തെ കൈവശമാക്കുക. ഗോ ആൻഡ് അക്വയർ യുവർ പ്രോമിസ്. ഇന്ന് രാത്രി ഞാൻ പറയുക, ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തമായി വെച്ചിരിക്കുന്ന എല്ലാം കൈവശമാക്കുക. അഭിഷേകം ഏറ്റെടുക്കുക, കൃപാവരങ്ങൾ ഏറ്റെടുക്കുക, രോഗശാന്തി ഏറ്റെടുക്കുക, വിടുതൽ ഏറ്റെടുക്കുക. പക്ഷെ നിങ്ങൾ സംശയിച്ച് നിൽക്കുക, ഇതൊക്കെ ഇന്ന് കിട്ടുമോ? ഇതൊക്കെ എനിക്ക് കിട്ടുമോ? കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമോ? എൻ്റെ ദാരിദ്ര്യം എന്നെങ്കിലും മാറുമോ? എൻ്റെ കടബാധ്യസ്ഥ എന്നെങ്കിലും മാറുമോ? എൻ്റെ ഈ രോഗം എപ്പോഴെങ്കിലും മാറുമോ? എൻ്റെ കുഞ്ഞുങ്ങൾ എപ്പോഴെങ്കിലും നേരെയാകുമോ? ഇന്ന് വിശ്വസിക്കുക, നേരെയാകാൻ പോവാണ്. ഇന്ന് വിശ്വസിക്കുക, അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് രാത്രി വിശ്വസിച്ചാൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിന്നെ തകർക്കാൻ നോക്കുന്ന എല്ലാ ദുഷ്ടപ്പോരുകളും ഇന്ന് രാത്രി പമ്പ കിടക്കുന്ന രാത്രിയാണ്. രോഗങ്ങൾ മാറിപ്പോകും, ദുഃഖങ്ങൾ മാറിപ്പോകും, പ്രതികൂലങ്ങൾ മാറിപ്പോകും, പിശാച് വെച്ചിരിക്കുന്ന കെട്ടുകളും കണികളും മാറിപ്പോകും. ദൈവം അത്ഭുതം ചെയ്യുന്ന രാത്രിയാണ്. എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്, ഇന്ന് രാത്രി നിങ്ങളുടെ അത്ഭുതത്തിന്റെ രാത്രിയാണ്. എന്റെ കൂടെ വിശ്വസിക്കുവാൻ ദൈവം നിങ്ങൾക്കും കൃപ തരുമാറാകട്ടെ. ഇന്ന് രാത്രി നിങ്ങളുടെ വിടുതലിന്റെ രാത്രിയായി ദൈവം തീർക്കട്ടെ.
2 ദിനവൃത്താന്തം 20:20. 2 ദിനവൃത്താന്തം, 2 Chronicles chapter 20 verse 20. 2 ദിനവൃത്താന്തം 20:20. ആ ആ ആയുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ. എന്നാൽ നിങ്ങൾ യു വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ് ഇഫ് യു ബിലീവ് ഇൻ ഗോഡ്. നിങ്ങൾക്ക് ഉറച്ചു നിൽക്കണമോ, നിങ്ങൾക്ക് വിജയം വേണമോ, ഇഫ് യു വാണ്ട് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് യു ഹാവ് ടു ബിലീവ് ഇൻ ഗോഡ്. യു നീഡ് എ ഫേം ഫൗണ്ടേഷൻ. Your feet has to be placed on the rock, which is Jesus Christ. Your friends will go. നിന്റെ കൂട്ടുകാർ മാറിപ്പോവും, വീട്ടുകാർ മാറിപ്പോവും, നാട്ടുകാർ മാറിപ്പോവും. നീ ഉറച്ചു നിൽക്കണമോ, നിന്റെ കാല് ക്രിസ്തുവിന്റെ പുറത്തായിരിക്കണം. ഹല്ലേലൂയ. You want to be established in life, you need to believe in God. അവർ ദൈവത്തിലോ ദൈവത്തിന്റെ പ്രവാചകന്മാരിലോ വിശ്വസിച്ചിരുന്നോ? ഇല്ല. അടുത്ത വാക്യം വായിച്ചാൽ കാണാം, അവർ പ്രവാചകന്മാരിലും പ്രവാചകന്മാരെ ചില ദൈവത്തെ വിശ്വസിക്കും, പക്ഷേ പ്രവാചകന്മാരെ വിശ്വസിക്കില്ല. ഇപ്പൊ ഒത്തിരി ദൈവമക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇപ്പോഴുള്ള എല്ലാ പ്രവാചകന്മാരും കള്ളന്മാരാ, പാസ്റ്റർമാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇത് പിശാച് ഇറക്കിയിരിക്കുന്ന ഒരു നുണയാ. 1-2 പേര് കാണും വിശ്വസിക്കാൻ പറ്റാത്ത. പാസ്റ്റർമാരെ വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉള്ള പ്രവാചകന്മാരൊക്കെ കള്ളന്മാരാ. ആ നുണ പ്രചരിപ്പിക്കരുത്. ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയെ എതിരായി സംസാരിക്കാൻ നിനക്ക് അധികാരമില്ല. അവനെ ചോദ്യം ചെയ്യുന്ന ദൈവമായിരിക്കും. കള്ളനാകുമോ ആയിക്കോട്ടെ, ഞാൻ ആരെയും ന്യായീകരിക്കാൻ വരുന്നില്ല. പക്ഷെ ഞാനും നിങ്ങളും വിധിക്കാൻ പോകരുത്. പ്രൈസ് ദി ലോർഡ്. പ്രവചനത്തെ തുച്ഛീകരിക്കുകയോ പ്രവാചകന്മാരെ എതിരായി കാണുകയോ ചെയ്യുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ദൈവസഭയുടെ ഉള്ളിൽ നമ്മുടെ കൂട്ടായ്മയുടെ മധ്യേ ചില പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുമാറാകട്ടെ, ചില വെളിപാടുള്ളവരെ ദൈവം എഴുന്നേൽപ്പിക്കുമാറാകട്ടെ. ഇതുവരെ കാണാത്ത രീതിയിൽ ദൈവത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ കഴിവുള്ള ദൈവദാസന്മാരെ 2018 ദൈവം എഴുന്നേൽപ്പിക്കുമാറാകട്ടെ. വചനം കേട്ടുകൊണ്ടിരിക്കാൻ മാത്രമല്ല, പക്ഷെ വെളിപാടുകളെ കാണുവാൻ. ഹല്ലേലൂയ. എൻ്റെ ഇടയ്ക്ക് ഒത്തിരി പേര് പറയും, ഡോക്ടർ എല്ലാ ഞായറാഴ്ചയും നല്ല നല്ല പുതിയ വചനങ്ങൾ പറയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പുതിയ വെളിപാടുകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്. ദൈവസന്നിധിയിൽ കാത്തിരുന്നാൽ മതി. ഒരുങ്ങി വരണം, പാട്ടുപാടാൻ ഒരുങ്ങി വരണം, പ്രാർത്ഥിക്കാൻ ഒരുങ്ങി വരണം, വചനം കേൾക്കാൻ ഒരുങ്ങി വരണം, ആരാധിക്കാൻ ഒരുങ്ങി വരണം. Come prepared to the presence of God. Hallelujah. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷം നമുക്ക് ഏറ്റെടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം കേട്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സർവശക്തനെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞാനാകുന്നു എന്ന് പറഞ്ഞ് അങ്ങയെ വിശ്വസിക്കുവാൻ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനങ്ങളെയും കൽപ്പനകളെയും വാഗ്ദത്തങ്ങളെയും വിശ്വസിക്കുവാൻ, അങ്ങയുടെ പുത്രനിൽ വിശ്വസിക്കുവാൻ, ദൈവ പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കുവാൻ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഞങ്ങളിൽ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുവാൻ, നിത്യജീവനിൽ വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി വചനം കേട്ടവരെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. രോഗസൗഖ്യമുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, ശാപങ്ങൾ നീങ്ങിപ്പോകട്ടെ, ദുഃഖങ്ങൾ നീങ്ങിപ്പോകട്ടെ, നിരാശകൾ നീങ്ങിപ്പോകട്ടെ. ഒരു വലിയ അനുഗ്രഹവും നന്മയും അങ്ങ് അയക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ രോഗത്തിന്റെ ശക്തികൾ നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ദാരിദ്ര്യങ്ങൾ വിട്ടുപോകട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ യേശുവിന്റെ നാമത്തിൽ ഇല്ലാതായി തീരട്ടെ. പിശാച് കെട്ടിയിരിക്കുന്ന എല്ലാ കെട്ടുകളെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിക്കുകയാണ്. വിടുതലും സൗഖ്യവും അനുഗ്രഹവും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി, ഉത്തരം തന്നിരിക്കാൻ നന്ദി. സകലമാനവും മഹത്വവും അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ.